എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിന്നിവിടെ കാണിക്കുന്നത് ബ്ലൂബെറി ലെമൺ കേക്കാണ്. ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. വേറൊരു രീതിയിൽ ഞാൻ ബ്ലൂബെറി കേക്ക് ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കുക. 1 വർഷം മുമ്പാണ് ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അധികം താമസിയാതെ ബ്ലൂബെറി ലെമൺ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബ്ലൂബെറി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറി ആണ്. ഒരു 100 ഗ്രാം ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മളിനി ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊടി ഈ ബ്ലൂബെറിയിലേക്ക് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദ അതുകൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ബ്ലൂബെറി അങ്ങ് അടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബട്ടറൊക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്ന് നല്ല സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ തടിത്തവി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 മുട്ടയാണ്. 3 വലിയ മുട്ടയാണ്. അപ്പോൾ മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബീറ്ററിന് പകരം മിക്സി യൂസ് ചെയ്യാവുന്നതാണ്, തടിത്തവി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 100 ഗ്രാം ബട്ടർ മാത്രമാണ് ചേർത്തത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാവുന്നതാണ് മുഴുവനായിട്ടും. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കാം. അപ്പം വെജിറ്റബിൾ ഓയിൽ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ബട്ടർ ആണെങ്കിൽ 200 ഗ്രാം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ രണ്ടും മിക്സാക്കിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നാരങ്ങയുടെ തൊലിയാണ്. ഞാൻ ഇതുപോലെ ഒരു വലിയ നാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബ്ലൂബെറി ലെമൺ കേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ സ്കിപ്പ് ചെയ്തിട്ട് ബ്ലൂബെറി മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത പൊടി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഭാഗമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ കുറേശ്ശെ തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ പൊടി, കുറേശ്ശെ തൈര്, അങ്ങനെയിട്ട് ഇടവിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ചും അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ തൈര് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വളരെ മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അവസാനത്തെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള തൈരും ചേർത്ത് കൊടുത്തു. അപ്പോൾ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം ബാറ്റർ നന്നായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലൂബെറി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് ഫോൾഡ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 26 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. ഇത് അലൂമിനിയം കേക്ക് ടീനാണ്. അപ്പോൾ ഞാൻ ഒരു പൗണ്ട് കേക്കിൻ്റെ രീതിയിലാണത് ചെയ്യുന്നത്. നടുക്കൊരു ഹോളുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ബേക്കായി കിട്ടും. വെറും 30 മിനിറ്റ് മതി ഈ അലൂമിനിയം ട്രേയിൽ ബേക്ക് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ട്രേയുടെ മെറ്റീരിയൽ അനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈം വേരി ചെയ്യാം.
അപ്പോൾ ഞാനിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഓവൻ ഇവിടെ ഞാൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുത്തിട്ട് 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്യൂവർ ഇട്ട് നോക്കിയപ്പോൾ അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇത് നിങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് കുറച്ച് ഷുഗർ ഒന്ന് പൊടിച്ചിട്ട് വിതറിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിപ്പം നമ്മൾ ബ്ലൂബെറി കേക്ക് ബാറ്ററിലിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ബ്ലൂബെറി സോസ് ആക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഞാൻ എൻ്റെ പേജിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.